ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന വീഡിയോ കുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാഭ്യാസപരമായി അറിവ് നേടാനുള്ള ഒരു വിഷയമാണ്. അന്താരാഷ്ട്ര നാണയങ്ങളുടെയും കറൻസികളുടെയും വിപുലമായ ശേഖരവുമായി നമ്മളെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ വിശ്വനാഥൻ പറവൂർ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ഹോബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസി, ലോകമെമ്പാടുമുള്ള കറൻസികൾ ഒരു ശേഖരമാക്കിക്കൊണ്ട് പ്രദർശനം നടത്തുക. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാവിധ കറൻസികളും, ലോകത്തുള്ള നാനാഭാഗങ്ങളിലുള്ള കറൻസികളും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട്. അതൊന്ന് നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. താങ്ക് യു. പറവൂർ വിശ്വനാഥൻ. സാറ് ഈ ഫീൽഡിൽ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഞാൻ കറൻസികളും നാണയങ്ങളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയിട്ട് 32 വർഷങ്ങളായി. പക്ഷേ ഇത് പ്രദർശനം നടത്താൻ തുടങ്ങിയിട്ട് 20 വർഷമായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുവേദികളിലെല്ലാം പ്രദർശനം നടത്തുന്നുണ്ട് കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട്. ഇന്നത്തെ തലമുറയ്ക്ക് പണത്തിന്റെ ചരിത്രം എന്താണെന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നാണയങ്ങൾ എന്നു മുതലാണ് മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയത്? നാണയങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ക്രയവിക്രയം നടത്തിയിരുന്നത്? ആദ്യമായിട്ട് നാണയം ഏത് രാജ്യത്തിൽ, ഏത് കാലഘട്ടത്തിൽ, ഏത് ലോകം കൊണ്ടുള്ള നാണയമാണ് നിലവിൽ വന്നത്? ഇതെല്ലാം കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആദ്യമായിട്ട് കറൻസി നോട്ട് ലോകത്തിൽ ഏത് രാജ്യത്തിലാണ് നിലവിൽ വന്നത്? ഏത് കാലഘട്ടത്തിൽ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ എന്നു മുതലാണ് ലോക നാണയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഇന്ത്യയിൽ എന്നു മുതലാണ് കറൻസി നോട്ടുകൾ ഉപയോഗത്തിൽ വന്നത്? തപാൽ സ്റ്റാമ്പുകൾ ആദ്യമായിട്ട് ഉപയോഗത്തിൽ വന്നത് ഏത് രാജ്യത്തിലാണ്? ഏത് കാലഘട്ടത്തിലാണ്? ആ തപാൽ സ്റ്റാമ്പിന്റെ ചരിത്രത്തിൽ എന്താണ് പേര്? ഇന്ത്യയിൽ എന്നു മുതലാണ് തപാൽ സ്റ്റാമ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഇതിനെപ്പറ്റിയാൽ ഇന്നത്തെ കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ലോകത്തിൽ ഇന്ന് എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്, അതിന് എത്ര രാജ്യങ്ങളുണ്ട്, ഏറ്റവും വലിയ രാജ്യം ഏതാണ്, ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്, ഏറ്റവും വില കൂടിയ കറൻസി ഏത് രാജ്യത്തിന്റെയാണ്, ഏറ്റവും വില കുറഞ്ഞ കറൻസി ഏത് രാജ്യത്തിന്റെയാണ്? എന്തുകൊണ്ട് ഓരോ രാജ്യങ്ങളിലും കറൻസി നോട്ടുകൾക്ക് വേറെ വേറെ വില വരുന്നു? എങ്ങനെയാണ് ഓരോ രാജ്യത്തിന്റെ കറൻസി നോട്ടിന്റെ വിലയിൽ വ്യത്യാസങ്ങൾ വരുന്നത്? എന്തടിസ്ഥാനത്തിൽ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ യൂറോ കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസ്റ്റിക് കറൻസികൾ ഏത് രാജ്യത്തിലാണ് ആദ്യമായിട്ട് ഉപയോഗത്തിൽ വന്നത്? ഇതെല്ലാം വളരെ വിശദമായിട്ട് കുട്ടികൾക്ക് ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പ്രദർശനമാണ് ഞാൻ നടത്തി വരുന്നത്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇത് മലേഷ്യയുടെയാണ്, ഇത് ബ്രൂണൈയുടെയാണ്, ഇത് ഇസ്രായേലിന്റെയാണ്, ഇത് ന്യൂസിലൻഡാണ്, ഇത് ആസ്ട്രേലിയയാണ്. ശ്രദ്ധിക്കുക, ലോകത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക്കിന്റെ കറൻസി നോട്ട് ഇറക്കിയ രാജ്യം ആസ്ട്രേലിയ 1988 എന്ന് പറഞ്ഞ 1988. എന്താ 1988 പ്രത്യേകത? ലോകത്തിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യം കറൻസി നോട്ട്
ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യത്തെ കറൻസി നോട്ടെടുത്തു. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് വിക്ടോറിയ റാണിയുടെ ചിത്രമാണ്. ഇത് ന്യൂസിലാൻഡിന്റെ കറൻസിയാണ്. ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ഈ ചിത്രം ആരുടെയാണെന്ന് അറിയാമോ? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ എഡ്മണ്ട് ഹില്ലാരിയുടെ ചിത്രമുള്ളത്. എഡ്മണ്ട് ഹില്ലാരി കേട്ടിട്ടുണ്ടോ? ടെൻസിംഗ് നോർക്ക് എഡ്മണ്ട് ഹില്ലാരിനെ പഠിച്ചിട്ടുണ്ടോ? ടെൻസിംഗ് നോർക്ക് നേപ്പാളിയാണ്. എഡ്മണ്ട് ഹില്ലാരി ന്യൂസിലാൻഡ് സ്വദേശിയാണ്. രണ്ടുപേരും കൂടി ചേർന്നാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. മനസ്സിലായല്ലോ? ഇത് ശ്രദ്ധിച്ചത് 5000 കോടിയുടെ കറൻസിയാണിത്. ഇത് യൂഗോസ്ലോവിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെയാണ്. ഇതിനേക്കാൾ വലിയ ഡിനോമിനേഷൻ ഇല്ല. 5000 കോടി. 1 കോടി എന്ന് പറഞ്ഞാൽ 100 ലക്ഷമാണ്. മനസ്സിലായി? ഇത് 1 ലക്ഷത്തിന്റെ കറൻസിയാണ് ഇന്തോനേഷ്യയുടെ ഉള്ളത്. ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്ലാസ്റ്റിക് കറൻസിയാണിത്. മലേഷ്യയുടെ പ്ലാസ്റ്റിക് കറൻസിയാണിത്. കണ്ടില്ലേ? ഇത് നൈജീരിയയുടെ കറൻസിയാണ്. ഇന്നലെ ഇവിടെ ഒരാൾ വന്നിട്ട് ചോദിച്ചു നൈജീരിയയുടെ കറൻസിക്ക് എന്താണ് പറയണതെന്ന്. അപ്പൊ ഞാൻ നായര എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ വിചാരിച്ചു അയാളോട് ഞാൻ നായരല്ല ഞാൻ നമ്പൂതിരിയാണെന്ന് പറഞ്ഞു. ഇത് ആ രാജ്യത്തിന്റെ കറൻസിയുടെ യൂണിറ്റാണ് നായര. മനസ്സിലായില്ലേ? നൈജീരിയ ആഫ്രിക്കൻ രാജ്യമാണ് കേട്ടോ. ധാരാളം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റി വിദേശ നാണ്യം സമ്പാദിക്കുന്ന ഒരു ഓസ്ട്രേലിയൻ രാജ്യമാണ്, ആഫ്രിക്കൻ രാജ്യമാണ് കേട്ടോ. അപ്പുറത്ത് നെൽസൺ മണ്ടേലയുടെ ചിത്രമുള്ള കറൻസി വെച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ? സൗത്ത് ആഫ്രിക്കയുടെ. എവിടെ പോയാലും അറിയാനുള്ള ജിജ്ഞാസയോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോഴേ അറിവ് ലഭിക്കുകയുള്ളൂ. മിണ്ടാതിരുന്നാലും ഒന്നും കിട്ടൂല. മനസ്സിലായില്ലേ? നെൽസൺ മണ്ടേല ആഫ്രിക്കയിലെ അപ്പാർത്തൈഡ് നയത്തിനെതിരായിട്ട് സമരം ചെയ്ത് ഏറെക്കാലം ജയിലില്, തന്റെ ആയുഷ്കാലം മുഴുവൻ ജയിലായിരുന്നു. അവസാനം ബ്രിട്ടീഷ് സർക്കാർ അയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കി. പിന്നീട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ ഭരണാധികാരിയായി ഏറെ വർഷങ്ങളിരുന്നു. നെൽസൺ മണ്ടേല ലോകം അറിയപ്പെടുന്ന നീക്കമാണ് കേട്ടോ. താങ്ക് യു.